മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ മേടം രാശി മുതൽ കന്നി രാശി വരെയുള്ളവരുടെ ജൂൺ 9 തിങ്കളാഴ്ച മുതൽ 15 ഞായറാഴ്ച വരെയുള്ള സമ്പൂർണ്ണ വാരഫലങ്ങളാണ് പറയുന്നത്. ഈ ആഴ്ചയിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും. ശുക്രൻ മേടം രാശിയിലും സൂര്യൻ ഇടവം രാശിയിലും ബുധനും ഗുരുവും മിഥുനം രാശിയിലും ചൊവ്വയും കേതുവും ചിങ്ങം രാശിയിലും രാഹു കുംഭം രാശിയിലും ശനി മീനം രാശിയിലുമായിരിക്കും ആഴ്ചയുടെ ആരംഭത്തിൽ നിൽക്കുന്നത്. ഇടവത്തിൽ നിൽക്കുന്ന സൂര്യൻ 15 മിഥുനത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും. ചന്ദ്രൻ ഈ ആഴ്ച തുലാം, വൃശ്ചികം, ധനു, മകരം രാശികളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത്. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ്. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില, ഇപ്പോഴത്തെ മഹാദശ, അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട്. ആദ്യമായി അശ്വതി, ഭരണി, കാർത്തിക 1-ാം പാദമടങ്ങുന്ന മേടക്കൂറുകാരെക്കുറിച്ചാണ് പറയുന്നത്. ആഴ്ചയുടെ ആരംഭത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട്. ബിസിനസ്സിൽ തീരുമാനങ്ങൾ നന്നായി ആലോചിച്ച് വേണം എടുക്കുവാൻ, അല്ലാത്ത പക്ഷം ഹാനികൾ വരുവാൻ സാധ്യതകളുണ്ട്. ഒരു കാര്യവും ധൃതി പിടിച്ച് ചെയ്യുവാൻ പാടില്ല. ആഴ്ചയുടെ മധ്യസമയം നല്ലതായിരിക്കും. ഈ സമയത്ത് യാത്രകൾ ചെയ്യുന്നതും യാത്രയിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും. നിങ്ങളിൽ അസൂയ പുലർത്തുന്നവരും കോമ്പറ്റീറ്റേഴ്സും മറ്റും സക്രിയരാകുവാൻ സാധ്യതയുണ്ട്. അതിനാൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അധികം കൊട്ടിഘോഷിക്കാതെ ചെയ്യുന്നത് നല്ലതായിരിക്കും. അതിര് കവിഞ്ഞ് ആരെയും വിശ്വസിക്കുവാനും പാടില്ല. നിങ്ങളുടെ രഹസ്യങ്ങൾ ആരുമായും പങ്കുവയ്ക്കാൻ പാടില്ല. ചിലരത് മിസ്യൂസ് ചെയ്യുവാൻ ശ്രമിക്കുന്നതായിരിക്കും. ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ പൂർണ്ണമാക്കുവാൻ സാധിക്കുന്നതുമായിരിക്കും. ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതുമായിരിക്കും. വീക്കെൻഡ് നല്ലതായിരിക്കും. വീട്ടിൽ അതിഥികളുടെ ആഗമനമുണ്ടാകുന്നതും അത് കുടുംബാന്തരീക്ഷം കൂടുതൽ സന്തോഷപ്രദമാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 2 ആയിരിക്കും. ഇനി കാർത്തിക 2, 3, 4 പാദങ്ങൾ രോഹിണി, മകയിരം 1, 2 പാദങ്ങൾ അടങ്ങുന്ന ഇടവക്കൂറുകാരാണ്. ആഴ്ചയുടെ ആരംഭത്തിൽ ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട്. ഇതിൽ ശ്രദ്ധിക്കണം. വിരോധികളിൽ ഒരു ദൃഷ്ടി എപ്പോഴും ഉണ്ടായിരിക്കണം. പണമിടപാടുകൾ നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ. ആഴ്ചയുടെ മധ്യസമയത്ത് ജീവിത പങ്കാളിയുടെ എല്ലാ സഹായ സഹകരണങ്ങളും ലഭിക്കുന്നതായിരിക്കും. ഈ സമയത്ത് സംസാരത്തിലും പെരുമാറ്റത്തിലും കഴിയുന്നത്ര സൗമ്യത പുലർത്തുവാൻ ശ്രമിക്കണം. ആരുമായും വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല. യാത്രകൾ ചെയ്യുന്നത് ഒഴിവാക്കുന്നതായിരിക്കും ശുഭകരം. അഥവാ യാത്രകൾ ചെയ്യേണ്ടി വരുമെങ്കിൽ സ്വയം വാഹനം ഓടിക്കുന്നത് അവോയ്ഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. വീക്കെൻഡ് നല്ലതായിരിക്കും. ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതുമായിരിക്കും. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 8 ആയിരിക്കും. ഇനി മകയിരം 3, 4 പാദങ്ങൾ തിരുവാതിര, പുണർതം 1, 2, 3 പാദങ്ങൾ അടങ്ങുന്ന മിഥുനക്കൂറുകാരാണ്. ആഴ്ചയുടെ ആരംഭം ശുഭകരമായിരിക്കും. കുട്ടികളുടെ വിദ്യാഭ്യാസ സംബന്ധമായി ശുഭവാർത്തകൾ ലഭിക്കുവാൻ സാധ്യതകളുണ്ട്. ഇഷ്ടിച്ച കാര്യങ്ങൾ നടന്നു കിട്ടുന്നതായിരിക്കും. യാത്രകൾ ചെയ്യുന്നതും യാത്രയിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും. കരിയർ സംബന്ധമായി എന്തെങ്കിലും ശുഭവാർത്തകൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ആഴ്ചയുടെ മധ്യസമയത്ത് എന്ത് കാര്യവും ചെയ്യുന്നത് സാധാരണ രീതിയിലായിരിക്കണം. മറ്റുള്ളവരുടെ ഇൻവോൾവ്മെൻറ്റ് ഇല്ലാതിരിക്കുവാനും ശ്രദ്ധിക്കണം. ഇങ്ങനെ ചെയ്യുന്നത് കാര്യങ്ങളിൽ വിജയം ലഭിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും. ആരെയും അതിര് കവിഞ്ഞ് വിശ്വസിക്കുവാൻ പാടില്ല. ഫ്രണ്ട്ഷിപ്പ് നന്നായി ആലോചിച്ച് വേണം ചെയ്യുവാൻ.
ജീവിത പങ്കാളിയുടെ എല്ലാ സഹകരണങ്ങളും ലഭിക്കുന്നതായിരിക്കും. ബിസിനസ്സിൽ ചില മേജർ പരിവർത്തനങ്ങൾ ചെയ്യുന്നതായിരിക്കും. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാനും സാധ്യതകളുണ്ട്. ആഴ്ചയുടെ അവസാന സമയത്ത് യാത്രകൾ ചെയ്യേണ്ടി വരും. പക്ഷേ യാത്രയിൽ പരിക്കുകൾ പറ്റാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 2 ആയിരിക്കും. ഇനി പുണർതം 4-ാം പാദം പൂയം ആയില്യമടങ്ങുന്ന കർക്കിടകക്കൂറുകാരാണ്. ആഴ്ചയുടെ ആരംഭത്തിൽ ചില്ലറ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരുവാൻ സാധ്യതകളുണ്ട്. ബജറ്റ് അനുസരിച്ച് വേണം ചിലവുകൾ ചെയ്യുവാൻ. ഈ സമയത്ത് ആർക്കും പൈസ കടം കൊടുക്കാൻ പാടില്ല. അതുപോലെ പൈസ കടം മേടിക്കുവാനും പാടില്ല. കുടുംബത്തൽപ്പം ടെൻഷൻ കാണുവാൻ സാധിക്കുന്നതായിരിക്കും. അതിനാൽ സംസാരത്തിലും പെരുമാറ്റത്തിലും നല്ല സൗമ്യത പുലർത്തണം. ജോലിസ്ഥലത്ത് വർക്ക് ലോഡ് കൂടുതലുണ്ടാകുമെങ്കിലും അതെല്ലാം തന്നെ സമയത്ത് കംപ്ലീറ്റ് ആക്കുന്നതുമായിരിക്കും. ആഴ്ചയുടെ മധ്യസമയത്ത് എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ. കലാരംഗത്തുള്ളവരുടെ മേൽ ആരോപണങ്ങളും മറ്റും ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട്. കുട്ടികളുടെ മേൽ എപ്പോഴും ഒരു ദൃഷ്ടി ഉണ്ടായിരിക്കണം. അവർ എവിടെ പോകുന്നു, ആരൊക്കെയാണ് കൂട്ടുകാർ, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാറുണ്ടോ, ഈ വക കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടായിരിക്കണം. വിരോധികൾ ഈ സമയത്ത് ആക്റ്റീവാകുവാൻ സാധ്യതകളുണ്ട്. ഇതിലും ശ്രദ്ധിക്കണം. വീക്കെൻഡ് കുടുംബാംഗങ്ങളുമൊത്ത് സന്തോഷപൂർവ്വം ചിലവഴിക്കുന്നതായിരിക്കും. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 5 ആയിരിക്കും. ഇനി മകം പൂരം ഉത്രം 1-ാം പാദമടങ്ങുന്ന ചിങ്ങക്കൂറുകാരാണ്. ആഴ്ചയുടെ ആരംഭത്തിൽ നിങ്ങളുടെ ആത്മധൈര്യത്തിൽ നല്ല വർധനവുണ്ടാകുന്നതായിരിക്കും. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിലും വർധനവുണ്ടാകുന്നതാണ്. ഇത് മാർക്കറ്റിങ്ങും മറ്റും ചെയ്യുന്നവർക്ക് വളരെയധികം പ്രയോജനപ്പെടുന്നതുമായിരിക്കും. ഇളയ സഹോദരങ്ങളുമായി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറി ബന്ധം പൂർവാധികം സുദൃഢമാകുന്നതുമായിരിക്കും. കുടുംബസ്വത്തിൽ വിവാദങ്ങളുണ്ടെങ്കിൽ അതിൽ തീരുമാനങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. ആഴ്ചയുടെ മധ്യസമയത്ത് ചിലവുകൾ വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട്. അതിനാൽ നന്നായി ആലോചിച്ച് വേണം ചിലവുകൾ ചെയ്യുവാൻ. അല്ലാത്തപക്ഷം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരുവാൻ സാധ്യതകളുണ്ട്. മാതാവുമായി വാദവിവാദങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. ഇതിൽ ശ്രദ്ധിക്കണം. പ്രൊഫഷണൽ രംഗത്തുള്ളവർ എല്ലാ കാര്യങ്ങളും ആത്മാർത്ഥതയോടെ വേണം ചെയ്യുവാൻ. വീക്കെൻഡിൽ ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട്. അതിനാൽ എത്ര ചെറിയ പ്രശ്നമുണ്ടായാലും ഉടനെ വൈദ്യസഹായം തേടുന്നത് നല്ലതായിരിക്കും. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 3 ആയിരിക്കും. ഇനി ഉത്രം 2, 3, 4 പാദങ്ങൾ, അത്തം, ചിത്തിര 1, 2 പാദങ്ങൾ അടങ്ങുന്ന കന്നിക്കൂറുകാരാണ്. ആഴ്ചയുടെ ആരംഭത്തിൽ കുടുംബത്തെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് പരിഹാരമാർഗങ്ങൾ കണ്ടെത്തുന്നതായിരിക്കും. വീട്ടിലെ മുതിർന്നവരുടെ സപ്പോർട്ടും ലഭിക്കുന്നതായിരിക്കും. ജോലിസ്ഥലത്ത് ചില പ്രധാനപ്പെട്ട ടാസ്കുകൾ ചെയ്യുവാൻ ലഭിക്കുന്നതായിരിക്കും. മറ്റുള്ളവരുമൊത്ത് ഒരു ടീം വർക്കായി കാര്യങ്ങൾ ചെയ്യുന്നത് ശുഭകരമായിരിക്കും. ആഴ്ചയുടെ മധ്യസമയത്ത് ഇളയ സഹോദരങ്ങളുമായി കുടുംബസ്വത്ത് സംബന്ധമായോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണവശാലോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട്. ഈ സമയത്ത് കർമ്മരംഗത്ത് കൂടുതൽ ശ്രദ്ധ ചെലുത്തണം. വലിയ നിക്ഷേപങ്ങളും മറ്റും ചെയ്യുന്നതിന് മുൻപ് ബഡ്ജറ്റ് നോക്കിയിരിക്കണം. അതനുസരിച്ച് വേണം നിക്ഷേപങ്ങൾ ചെയ്യുവാൻ. വീക്കെൻഡിൽ കുടുംബാംഗങ്ങളുമൊത്ത് സമയം ചിലവഴിക്കുന്നതായിരിക്കും. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 5 ആയിരിക്കും. ഇതാണ് മേടം രാശി മുതൽ കന്നി രാശി വരെയുള്ളവരുടെ ഈ ആഴ്ചയിലെ സമ്പൂർണ്ണ വാരഫലങ്ങൾ. തുലാം രാശി മുതൽ മീനം രാശി വരെയുള്ളവരുടെ ഫലങ്ങൾ വീഡിയോയുടെ 2-ാം പാർട്ടിൽ വിവരിക്കുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.